കർഷകർക്ക് ആശ്വാസം പകർന്ന് കുരുമുളക് വില ഉയരുന്നു. ആഗോളതലത്തിൽ ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് വില ഉയരാൻ കാരണം. ഹൈറേഞ്ചിൽ കുരുമുളക് വിളവെടുപ്പ് സീസൺ ആരംഭിക്കാൻ 3 മാസം ബാക്കി നിൽക്കെ വില ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷയേകുന്നു. സീസണിലേക്ക് എടുക്കുന്ന കുരുമുളക് കർഷകർക്ക് വിലയുയരുന്നത് ആശ്വാസം പകരും. പതിവിന് വിപരീതമായി ഉൽപാദനം വളരെ കുറവാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉൽപാദനം പകുതിയിൽ താഴെയാണ്. കാലാവസ്ഥയിലെ ചാഞ്ചാട്ടം കുരുമുളക് വിളവാകാനും താമസിക്കും. അതിനാൽ സീസൺ ആരംഭിക്കാനും കാലതാമസം നേരിടും. വിളവ് കുറഞ്ഞതിനാൽ വില ഉയരുന്നത് കർഷകർക്ക് ആശ്വാസം പകരും. ചില വർഷങ്ങളിൽ വിളവും വിലയും കുറയുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. മറ്റു രാജ്യങ്ങളിൽ കുരുമുളക് വിപണി സജീവമല്ല. കാരണം അവിടെ കുരുമുളക് ഉൽപാദനം തീർത്തും ഇല്ലാതെയായി. സാധാരണ വിയറ്റ്നാം കുരുമുളകാണ് കേരളത്തിലെ കുരുമുളകിന് വില്ലനാകുന്നത്. എന്നാൽ അവിടെയും സാധനം കുറഞ്ഞതിനാൽ സീസണിൽ ഈ വില ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇപ്പം വിയറ്റ്നാമിലും മറ്റൊന്ന് ഇറക്കുമതി രാജ്യങ്ങളിലെല്ലാം കുരുമുളക് കണ്ടമാനം കുറവാണെന്നുള്ള ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് ചില രേഖകളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലും വില കൂടുന്നുണ്ട്. കേരളത്തിലെ കർഷകർക്ക് അത് പ്രയോജനം ചെയ്യും എന്നുള്ള വിശ്വാസമാണ്. കുരുമുളക് ഭാവിയിൽ 1000 രൂപ അടുത്ത് വരും എന്നുള്ളൊരു വാർത്തയൊക്കെയാണ് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. അത് ഉള്ള കർഷകർക്ക് അതായാലും കുരുമുളക് കൃഷി ചെയ്യാനൊരു പ്രോത്സാഹനമായിട്ട് ഇത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. നിലവിൽ പഴയ കുരുമുളകിന് 646 രൂപ വില ഉയർന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്ന സൂചന. അങ്ങനെ വന്നാൽ കിലോയ്ക്ക് 750 രൂപയെങ്കിലും സീസണിൽ ലഭിക്കാനിടയുണ്ട്. മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ ചരക്കുക്ഷാമം തലയുയർത്തിയതോടെ കയറ്റുമതിക്കാർ ഉൽപ്പന്നത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർക്ക് നവംബറിലെ കയറ്റുമതികൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ഓർഡർ കാലാവധി ഈ മാസത്തേക്ക് കൂടി നീട്ടി നൽകിയെങ്കിലും മുളക് ക്ഷാമം കയറ്റുമതി മേഖലയും പ്രതിസന്ധിയിലാക്കി. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.